ഹലോ, ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു എല്ലും കപ്പി വെച്ചാലോ? അതും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം ചീഞ്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ശരിക്കും വറുത്തെടുക്കണേ. അപ്പോൾ വറവെല്ലാം ഏകദേശം കൃത്യമായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇടാൻ കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഇത്തരം സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴുകി റെഡിയാക്കി വെച്ച എല്ലിലേക്ക് നമുക്ക് വറുത്ത് വെച്ച സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഇത്തരം സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. അതിന് കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുത്ത് കുക്കർ അടയ്ക്കാം കേട്ടോ. ഇനി വിസിൽ വരുമ്പോൾ തുറന്നാൽ മതി. ഇനി നമുക്ക് കപ്പയുടെ പരിപാടി നോക്കാം. അങ്ങനെ കപ്പയെല്ലാം തൊണ്ട് പൊളിച്ച് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി കപ്പ വേവിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ മൂടി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് ചെരുവത്തിലേക്ക് മാറ്റി. എൻ്റെ പൊന്നെ, എന്താ വേണം, കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അതിനകത്തേക്ക് മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആട്ടോ മല്ലിയില. ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഫ്ലേവറാണ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും. ഇത് മൂടി വയ്ക്കാം. ആവി വന്നതിന് ശേഷം തുറക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് പറയണേ.